അപ്പോൾ നാളെ ഈസ്റ്ററല്ലേ, നമുക്ക് വട്ടയപ്പം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 4 ഗ്ലാസ് അരി ഒരു 5 മണിക്കൂർ ഞാൻ നന്നായി കഴുകി വൃത്തിയാക്കി കുതിർത്തി വെച്ചതാണ്. പിന്നെ അതിൽ ചേർക്കുന്നത് ഒരു ചെറിയ ഗ്ലാസ് അരിപ്പൊടി കുറുക്കാക്കിയെടുത്തതും, ഒരു നാളികേരം ചിരകി വെച്ചതും, പിന്നെ ഒരു ഗ്ലാസ് പഞ്ചസാര, ഒരു 2 സ്പൂണ് ഏലക്കാപ്പൊടി പഞ്ചസാരയിൽ ചേർത്ത് പൊടിച്ചാണ് കേട്ടോ. പിന്നെ ഒരു സ്പൂണ് ഈസ്റ്റ്. ഇതൊക്കെയാണ് നമുക്ക് അത്യാവശ്യമുള്ളത്. അപ്പോൾ ഇതൊരു 3-4 വട്ടമായിട്ട് വേണം എനിക്ക് അരച്ചെടുക്കാൻ കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഉണ്ടാക്കി വെച്ച കുറുക്ക്. ഇതിന് പകരം ചോറൊക്കെ ചേർത്താലും മതി കേട്ടോ. അപ്പോൾ ഞാനിതാണ് ചേർക്കുന്നത്. പിന്നെ തേങ്ങ ചേർക്കുക. അത് നമ്മുടെ ഇഷ്ടം പോലെ. നമുക്ക് ഇപ്പോൾ ഒരു 3-4 വട്ടം അരയ്ക്കുന്ന കാരണം ഞാനിപ്പോൾ അതിൻ്റെ തോതൊന്നും കാണിക്കുന്നില്ല. ഒരു 3-4 വട്ടമായിട്ട് ഞാനിങ്ങനെ ചേർത്ത് അരച്ചെടുക്കുകയാണ്. അപ്പോൾ ഈസ്റ്റും ഏലക്കാപ്പൊടിയൊക്കെ ലാസ്റ്റ് ഞാൻ ഇളക്കുമ്പോഴുള്ളൂ കേട്ടോ. ഈസ്റ്റൊക്കെ ഇതിലിട്ട് കൊടുക്കാൻ വേണമെങ്കിൽ നമുക്ക് അരക്കുന്നതിലേക്ക്, പക്ഷേ ഞാൻ അപ്പോൾ ഇളക്കി യോജിപ്പിച്ചെടുക്കാൻ. വെള്ളം ഞാൻ ഇനി ഉപയോഗിക്കുന്നത് ഇതിലത്തെ വെള്ളം തന്നെയാണ്, നമ്മൾ കുതിർത്താൻ വെച്ച വെള്ളം തന്നെയാണ്. ആ വെള്ളമാകുമ്പോൾ അത് ഉപയോഗിക്കുന്നതാണ് നല്ലത്. വെള്ളം നമ്മൾ കുറേ ഒഴിക്കരുത്. അതിൻ്റെ ഒപ്പം തന്നെ വെള്ളം പാടുള്ളൂ കേട്ടോ. നമ്മളിട്ട ക്വാണ്ടിറ്റിയിൽ അത്ര തന്നെ വെള്ളം അതിനോട് ചേർന്ന് നിന്നിട്ട് അതിൻ്റെ മുകളിൽ വെള്ളം നിൽക്കരുത്. അപ്പോൾ അരയില്ല റെഡിക്ക്. അപ്പോൾ അതിനൊഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിത് അടിച്ചു കൊണ്ടുവരാം. ഇപ്പോൾ ഒരു 3-4 വട്ടമായ കാരണം ഞാനിങ്ങനെ ഭയങ്കരമായിട്ട് അതിനെ കാണിക്കുന്നില്ല. പിന്നെ ഈസ്റ്ററിൻ്റെ തലേദിവസമല്ല, അതിൻ്റെ ഒരു തിരക്കുണ്ട്. അപ്പോൾ ഇത് അടിച്ചു കൊണ്ടുവന്നിട്ട് നമുക്ക് ഇതിലൊഴിച്ചു കൊടുക്കാം. ഈ പാകത്തിനാണ് അത് കിട്ടേണ്ടത്. നല്ല നൈസായിട്ട് അരച്ചുകൊണ്ട്. രണ്ടാമത്തെ വട്ടം ഞാൻ അടിച്ചു. ഒരു 4 വട്ടമായിട്ടാണ് എനിക്ക് അടിക്കാൻ പറ്റിയത് കേട്ടോ. അപ്പോൾ ഇതിലിപ്പോൾ പഞ്ചസാരയൊക്കെ ഇട്ട് ഇനിയും കുറച്ച് അരിയും തേങ്ങയൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഒന്നുകൂടി ലാസ്റ്റ് അടിച്ചെടുക്കാം. വെള്ളം വെള്ളം ഇങ്ങനെ കുറച്ച് ഒഴിക്കാൻ പാടുള്ളൂ, അത് കുറേ ഒഴിക്കാൻ പാടില്ല, അതിൻ്റെ താഴെ നിൽക്കാൻ പാടുള്ളൂ. അങ്ങനെ ഒഴിച്ചാണിത്. അപ്പോൾ 4 വട്ടം ഞാൻ ആക്കിയെടുത്തു കേട്ടോ. അതിന് ശേഷം നമ്മളിനി ഏലക്കാപ്പൊടിയും പിന്നെ ഈസ്റ്റൊക്കെ ഇട്ട് കൊടുക്കണം. അപ്പോൾ നമുക്കത് ഇട്ട് കൊടുക്കാം. ഏലക്കാപ്പൊടി ഒരു 2 സ്പൂണാണ് ഇടുന്നത് കേട്ടോ. അത് പഞ്ചസാര ചേർത്ത് പൊടിച്ച കാരണമാണ് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഏലക്ക 1 സ്പൂൺ ഇട്ടാൽ. അതിൻ്റെ ഒപ്പം 1 സ്പൂണ് ഈസ്റ്റ്. ഈസ്റ്റ് ഇട്ടു. ഇതൊന്നുള്ള ഉപ്പ് ഞാൻ നേരത്തെ ഇട്ട് കൊടുത്തു കേട്ടോ. ഇപ്പോൾ ഇതൊക്കെ ഇടണ ഏറ്റവും മുന്നിൽ. ഇനി ഇത് നമ്മൾ നന്നായി കൈകൊണ്ട് തന്നെ ഇളക്കി യോജിപ്പിക്കുക, കൈകൊണ്ട് തന്നെ. അപ്പോഴാണ് അതിന് നല്ല സോഫ്റ്റ് ആവണത് വട്ടയപ്പം. ഇനി ഇത് ഒരു വീർക്കണ വരെ നമുക്ക് വയ്ക്കാം. ഇത് 4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ വീർത്ത് വന്നപ്പോൾ ഞാനിത് ഉണ്ടാക്കാൻ തുടങ്ങുകയാണ്. നല്ല സോഫ്റ്റായിട്ട് പൊന്തി ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു, അത് കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ അത് ഇനി ഒഴിച്ചിട്ട് ഞാൻ കുറച്ച് കിസ്മസ്, അതൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടാൽ മതി, അങ്ങനെ അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്താണ്. അപ്പോൾ ഇതായി വന്നിട്ടുണ്ട്, കണ്ട നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വട്ടയപ്പം. പിന്നത്തെ ആയി വന്നാണിത്. ഇതും അതുപോലെ തന്നെ നമുക്ക് ഒരു സ്റ്റിക്ക് വെച്ച് കുത്തിയാൽ മതി. ഇപ്പോൾ ഞാൻ കത്തി കൊണ്ടാണ് കുത്തണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതും എടുക്കാം. അപ്പോൾ അങ്ങനെ ആയി വന്നിട്ടുള്ള വട്ടയപ്പാണത്, നല്ല സോഫ്റ്റ് വട്ടയപ്പം. അപ്പോൾ വാങ്ങിക്കാനൊന്നും പോകണ്ട, നമ്മുടെ വീട്ടിൽ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വട്ടയപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം.
നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. എല്ലാവർക്കും ഈസ്റ്ററിൻ്റെ ആശംസകൾ എൻ്റെ കുടുംബത്തിൻ്റെ വക. താങ്ക് യു. ബൈ.